ഹായ് ഗൈസ്, ടർബോടെക്കിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് എയർ സൈക്കിളിനെ കുറിച്ചാണ്. 5 തരം സ്റ്റാൻഡേർഡ് എയർ സൈക്കിൾസ് ഉണ്ട്. കാർനോട്ട് സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഡ്യുവൽ സൈക്കിൾ, സ്റ്റിർലിംഗ് സൈക്കിൾ ആൻഡ് ഓട്ടോ സൈക്കിൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാർനോട്ട് സൈക്കിളിൽ തന്നെ ആദ്യം തുടങ്ങാം. കാർനോട്ട് സൈക്കിളിൽ 4 പ്രോസസ്സ് ഉണ്ട്: ഐസോതെർമൽ ഹീറ്റ് അഡിഷൻ, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ ആൻഡ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഈ 4 പ്രോസസ്സുകളും TS ആൻഡ് TC എന്ന 2 ഐസോതെർമിൻ്റെ നടുവിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ TS ആൻഡ് TC എന്താണെന്നാലും ചോദിക്കും നിങ്ങൾ. TS ആൻഡ് TC എന്ന് പറഞ്ഞാൽ ഇതൊരു ഹീറ്റ് എഞ്ചിനാണെങ്കിൽ സോഴ്സിലെ ടെമ്പറേച്ചർ TS എന്നും സിങ്കിലെ ടെമ്പറേച്ചർ TC എന്നും വിളിക്കാം. അപ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് പ്രോസസ്സായ ഐസോതെർമൽ ഹീറ്റ് അഡിഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സാണ്. ഐസോതെർം എന്ന് കേട്ടാൽ നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്കതിൻ്റെ PV റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടത് ഇങ്ങനെ എഴുതാം: P = K/V ഓർ PV = കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രോസസ്സായ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനകത്ത് അതിൻ്റെ ഇക്വേഷൻ PV⁻Γ = കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഈ 2 റിലേഷൻ കാരണമാണ്, ഈ 2 വ്യത്യാസം കാരണമാണ് ഫസ്റ്റ് പ്രോസസ്സിൽ നിന്ന് സെക്കൻഡ് പ്രോസസ്സ് കൂടുതൽ ഡീപ്പർ ആയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ കർവ് കൂടുതൽ ചരിഞ്ഞിരിക്കുന്നത് ഈ ഇക്വേഷനിലെ വ്യത്യാസം കാരണമാണ്. ഐസോതെർമൽ ഹീറ്റ് അഡിഷനകത്തും ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനകത്തും ഈ വ്യത്യാസം അതുകൊണ്ടാണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സിനകത്ത് സിസ്റ്റം സോഴ്സിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അതാണിത് ഈ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സിനകത്ത് സിസ്റ്റത്തിൽ നിന്ന് സിങ്കിലോട്ട് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യും. മനസ്സിലായോ? അതാണ് ആ 2 പ്രോസസ്സുകളും പറയുന്നത്. ഈ കർവിനകത്തുള്ള ഏരിയനെ ഈ സിസ്റ്റം നടത്തുന്ന വർക്കായിട്ട് കൺസിഡർ ചെയ്യും. ടോട്ടൽ വർക്കാണ് ഈ കർവിനകത്തുള്ളത്. കണ്ടാൽ തന്നെ അറിയാം, ഐസോതെർമൽ ഹീറ്റ് അഡിഷൻ T ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് സ്ട്രെയിറ്റ് ലൈൻ പോയേക്കുന്നത്. ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനകത്ത് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് വന്നിരിക്കുന്നത്. ആ കോൺസ്റ്റൻ്റ് പ്രോസസ് ആയിട്ട് ഇതൊരു റെക്റ്റാങ്കുലർ ഡയഗ്രം ആയിരിക്കും. ഈ TS ഡയഗ്രാമിനകത്ത് അധികം ഈ കാർനോട്ട് സൈക്കിളിൽ TS ഡയഗ്രാമിനകത്ത് അധികം ഒന്നും പറയാനില്ല. അപ്പം 1 to 2 ഹീറ്റ് അഡിഷൻ, 2 to 3 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, 3 to 4 ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ, 4 to 1 ഐസെൻട്രോപ്പിക് കംപ്രഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോർഷനിൽ നിന്ന് കൂടുതലും കണക്കാണ് വരുന്നത്. പിന്നെ ഈ എഫിഷ്യൻസിയുടെ റിലേഷൻസും ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്നെടുത്തിടാം. എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ (1-T2/T1). ഈ ഇക്വേഷൻ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. കാരണം ക്വസ്റ്റ്യനിൽ ഇപ്പം പ്രോസസ്സ് 2 to 1 കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ 3 to 1 ആണെങ്കിൽ T3/T1 ആവും. അപ്പം ഇക്വേഷൻ മാറാം. ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. ഈ കാർനോട്ട് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിളിൽ 4 പ്രോസസ്സറുണ്ട്: ഐസെൻട്രോപ്പിക് കംപ്രഷൻ, ഐസോകോറിക് ഹീറ്റ് അഡിഷൻ, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആൻഡ് ഐസോകോറിക് ഹീറ്റ് റിജക്ഷൻ. ഇത് രണ്ടുമാണ് PV ഡയഗ്രവും TS ഡയഗ്രവും. പ്രോസസ്സ് 1 to 2 കിടക്കുന്നു. ഐസെൻട്രോപ്പിക് കംപ്രഷൻ, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും, പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യും. പ്രോസസ്സ് 2 to 3 വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും, എൻട്രോപ്പി, ടെമ്പറേച്ചർ, പ്രഷർ എല്ലാം ചേഞ്ച് ചെയ്യും. പ്രോസസ്സ് 3 to 4 ഇവിടെ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും, പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും. പ്രോസസ്സ് 4 to 1 വോളിയം മാത്രം കോൺസ്റ്റൻറ്റ്, ബാക്കിയെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. TS ഡയഗ്രാമിനകത്ത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ്സ് 1 to 2 പോകണം. ഇതാണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ്. 2 to 3 ഐസോകോറിക് ഹീറ്റ് അഡിഷൻ, 3 to 4
ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആൻഡ് 4 to 1 ഐസോകോറിക് ഹീറ്റ് റിജക്ഷൻ. ഇതിൻ്റെ ഓരോത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം ഐസെൻട്രോപ്പിക് കംപ്രഷൻ്റെ ഇക്വേഷൻ പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. പി വി റേസ് ടു ഗാമ ഐസെൻട്രോപ്പിക് കംപ്രഷൻ 1 to 2 പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. അങ്ങനെ തന്നെ ഐസോകോറിക് ഹീറ്റ് അഡിഷൻ ഇവിടെ നിന്നായിരിക്കും ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഇതായിരിക്കും ഹീറ്റ് റിജക്ഷൻ. അപ്പോൾ ഐസോകോറിക് ഹീറ്റ് അഡിഷൻ പ്രോസസ് 2 to 3 ഇക്വേഷൻ കോൺസ്റ്റൻറ്റ് വോളിയം ആയിരിക്കും ഡി വി ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ്. ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ സെയിം ഇക്വേഷൻ ആയിരിക്കും പി വി റേസ് ടു ഗാമ ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ്. ഐസോകോറിക് ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുമ്പോൾ പി വി ഡി വി ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ്. അടുത്ത നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ നോക്കാം. ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ എന്ന് പറയുമ്പം ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ എന്ന് പറയുമ്പം 1 - 1/r⁻⁻1 ആണ്. ഇവിടെ നമുക്ക് ആർ എന്തെന്ന് വെച്ചാൽ ആർ എന്ന് പറയുമ്പം കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ എന്താണെന്ന് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പം ആർ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ ആണ്. ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ 1 - 1/r⁻⁻1. നമുക്ക് ഡ്യുവൽ സൈക്കിളിനെ കുറിച്ച് കേൾക്കാം. ഡ്യുവൽ സൈക്കിൾ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് സമ്മേഷൻ ഓഫ് ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിൾ. ഡ്യുവൽ സൈക്കിൾ ഇസ് എ സമ്മേഷൻ ഓഫ് ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിൾ. ഇതിനകത്ത് ഓട്ടോ സൈക്കിളിൻ്റെ ഒരു പാർട്ടുമുണ്ട്, ഡീസൽ സൈക്കിളിൻ്റെ ഒരു പാർട്ടുമുണ്ട്. അങ്ങനെയാണ് ഇത് മെർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് 1 to 2 നോക്കുകയാണെങ്കിൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ. പ്രോസസ്സ് 1 to 2 ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് എസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ഇട്ടേക്കുന്നത്. പ്രോസസ്സ് 2 to 3 എന്ന് പറയുന്ന നേരത്ത് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡിഷൻ. പ്രോസസ്സ് 3 to 4 എന്ന് പറയുമ്പം കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. ഈ രണ്ട് പ്രോസസ്സിലും ഹീറ്റ് അഡിഷൻ ആയിരിക്കും. പ്രോസസ്സ് 4 to 5 എന്ന് പറയുന്ന നേരത്ത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. അവിടെയും എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രോസസ്സ് 5 to 1 എന്ന് പറയുമ്പം കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡിഷൻ ഹീറ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹീറ്റ് റിജക്ഷൻ ആയിരിക്കും. ഇവിടെ രണ്ടാണ് ഹീറ്റ് അഡിഷൻ ആയിരിക്കും. ഇവിടെ വർക്ക് ഇൻപുട്ട് ആയിരിക്കും, ഇവിടെ വർക്ക് ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോഴേക്ക് അതുപോലെ തന്നെ ടി എസ് ഡയഗ്രാം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പ്രോസസ്സ് 1 to 2 എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അതുകൊണ്ട് തന്നെ 2 to 3 ആൻഡ് 3 to 4 രണ്ട് കർവി ലൈൻസ് ആയിരിക്കും. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് വോളിയം കോൺസ്റ്റൻറ്റ് പ്രഷറുമാണ്. ആ വഴിയായിരിക്കും ഹീറ്റ് അഡിഷനും നടക്കുന്നത്. പ്രോസസ്സ് 4 to 5 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. പ്രോസസ്സ് 5 to 1 കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്. ഇതിൻ്റെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ സൈക്കിൾസിൽ നോക്കിയാണ്. ഐസെൻട്രോപ്പി കംപ്രഷൻ്റെ ഇക്വേഷൻ പി വി റേസ് ടു ഗാമ ഇസിക്കൽ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻറ്റ് വോളിയത്തിൻ്റെ ഇക്വേഷൻ പി വി ഇസിക്കൽ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെ വോളിയം ഡി പി ഇസിക്കൽ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ പി വി റേസ് ടു ഗാമ ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ്റെ ഇക്വേഷൻ ഡി വി ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ്. ഇനി ഇതിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നോക്കാം. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഇച്ചിരി വലിയൊരു ഇക്വേഷനാണ്, അതുകൊണ്ട് ഓർത്തിരിക്കുക. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 1 - 1/r⁻⁻1 ഇൻറ്റു ആൽഫ ഇൻറ്റു റോ റേസ് ടു ഗാമ -1 ഹോൾ ഡിവൈഡ് ബൈ ആൽഫ -1 പ്ലസ് ഗാമ ഇൻറ്റു ആൽഫ ഇൻറ്റു റോ -1. ഡ്യുവൽ സൈക്കിളിൻ്റെ പ്രോബ്ലംസ് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് ഈ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഡീസൽ സൈക്കിളിലെ ഫസ്റ്റ് പ്രോസസ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. പി വി ഡയഗ്രാം 1 to 2 ആണ്. ഇതിനകത്ത് വർക്ക് ഇൻപുട്ട് കൊടുക്കുന്ന പ്രോസസ്സാണിത്. ഇതിനകത്ത് ടി എസ് ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് പ്രോസസ്സ് 1 to 2. പ്രോസസ്സ് 2 to 3 എന്ന് പറയുമ്പം കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡിഷനാണ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഹീറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രോസസ്സ് 2 to 3.
ടി എസ് ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ടെമ്പറേച്ചറും എൻട്രോപ്പിയും വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനൊക്കെ തന്നെ വോളിയവും വേരി ചെയ്തുകൊണ്ടിരിക്കും. പ്രഷർ മാത്രം കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രോസസ് 3 to 4 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, അവിടെ വർക്ക് ഔട്ട്പുട്ട് പോകുന്ന പ്രോസസ് ആയിരിക്കും. പ്രോസസ് 3 to 4 ടി എസ് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് പ്രോസസ് 3 to 4 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുകയായിരിക്കും. അതുപോലെ തന്നെ പ്രോസസ് 4 to 1 എന്ന് പറയുമ്പം ഹീറ്റ് ഔട്ട്പുട്ട് കൊടുക്കുന്നതായിരിക്കും. സിങ്കിലേക്ക് കൊടുക്കുന്ന പ്രോസസ്സാണ് പ്രോസസ് 4 to 1. ടി എസ് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടെമ്പറേച്ചർ വേരി ചെയ്യുന്നുണ്ട്, എൻട്രോപ്പി വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വോളിയം മാത്രമായിരിക്കും കോൺസ്റ്റൻറ്റ്, പ്രഷറും വേരി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻസ് നോക്കുകയാണെങ്കിൽ പി വി റേസ് ടു ഗാമ ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ, പ്രഷർ ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ്, ഡി പി ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ, പി വി റേസ് ടു ഗാമ ഇസിക്കൽ ടു ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, വോളിയം കോൺസ്റ്റൻറ്റ് ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡിഷൻ. എന്ന് പറയുമ്പം കട്ട് ഓഫ് റേഷ്യോ ആണ്. കംപ്രഷൻ റേഷ്യോയും കട്ട് ഓഫ് റേഷ്യോയും വീഡിയോ അവസാനം ഞാൻ പറയും. അപ്പം എഫിഷ്യൻസി, ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 1-1/R⁻⁻1 ഇൻറ്റു ρ⁻⁻1/γ-1. അപ്പോൾ ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ എന്ന് പറയുമ്പം efficiency is equal to 1-1/R⁻⁻1 into ρ⁻1/γ-1. ഇതായിരിക്കും ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ. ഇതിൽ ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആറെന്ന് പറയുന്നിടത്ത് എന്തിനാണ് നേരത്തെ ഇപ്പം ഓട്ടോ സൈക്കിൾ ചെയ്ത കണക്ക് തന്നെ ആറെന്ന് പറയുമ്പം കംപ്രഷൻ റേഷ്യോ ആണ്. ആൻഡ് റോ ഇസ് കട്ട് ഓഫ് റേഷ്യോ. എഫിഷ്യൻസി is equal to 1-1/R⁻⁻1 ആൽഫ ρ⁻⁻1 α-1 പ്ലസ് ഗാമ ആൽഫ ഇൻറ്റു ρ-1. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് സ്റ്റിർലിംഗ് സൈക്കിളിനെ കുറിച്ച് പഠിക്കാം. സ്റ്റിർലിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സിബിൾ സൈക്കിളാണ്. സ്റ്റിർലിംഗ് എൻജിൻസ് സാധാരണ ഉപയോഗിക്കുന്നത് കുറവാണ്. കാരണം അതിന് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉപയോഗിക്കുന്ന അലോയ്സ് വളരെ റയറാണ്, എക്സോട്ടിക്കാണ്. അതുകൊണ്ട് സ്റ്റിർലിംഗ് എൻജിൻസ് സാധാരണ ഉപയോഗിക്കാറില്ല, കുറവാണ്. സ്റ്റിർലിംഗ് സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോസസ്സ് 4 ഉണ്ട്. ഐസോതെർമൽ കംപ്രഷൻ, കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡിഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ ആൻഡ് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. പ്രോസസ്സ് 1 to 2 ആയിരിക്കും. പ്രോസസ്സ് 2 to 3 എന്ന് പറയുമ്പം കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡിഷൻ ആയിരിക്കും. പ്രോസസ്സ് 3 to 4 എന്ന് പറയുമ്പം ഐസോതെർമൽ എക്സ്പാൻഷനും ആൻഡ് പ്രോസസ്സ് 4 to 1 എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷനും ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം ഐസോതെർമൽ പ്രോസസ്സിൻ്റെത് ഡി ടി സിക്കൽ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡിഷനകത്ത് വോളിയം കോൺസ്റ്റൻറ്റ്, ഡി വി സിക്കൽ കോൺസ്റ്റൻറ്റ്, ഐസോതെർമൽ എക്സ്പാൻഷനകത്ത് ഡി ടി സിക്കൽ കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷനകത്ത് വോളിയം കോൺസ്റ്റൻറ്റ്, ഡി വി സിക്കൽ കോൺസ്റ്റൻറ്റ്. നമുക്ക് ടി എസ് ഡയഗ്രാം ഒന്ന് നോക്കാം. പ്രോസസ്സ് 1 to 2 ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ, 3 to 4 ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് സ്ട്രെയിറ്റ് ലൈൻ. പി വി ഡയഗ്രാമിനകത്ത് പ്രോസസ്സ് 1 to 4 2 to 4 സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും, വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. പ്രോസസ്സ് 1 to 2 ഹീറ്റ് ഔട്ട്പുട്ടും പ്രോസസ്സ് 3 to 4 ഹീറ്റ് ഇൻപുട്ടും. നമ്മൾ ഫസ്റ്റ് സൈക്കിളിൽ പറഞ്ഞ കണക്ക് തന്നെ പി വി ഡയഗ്രാമിൻ്റെ ഇന്നർ ഏരിയ is equal to total work done by the source ആയിരിക്കും. സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഒന്ന് നോക്കാം. സ്റ്റിർലിംഗ് സൈക്കിളിൻ്റെ എഫിഷ്യൻസി അധികം കോംപ്ലിക്കേഷൻ ഇല്ലാത്തതാണ്. എഫിഷ്യൻസി is equal to 1 - T3/T4. T3 T4 എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ കാൽക്കുലേഷന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇക്വേഷൻസ് മാറാം. ഇപ്പോൾ 3 to 4 ഉള്ള പ്രോസസ്സിലാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. 1 to 2 ആണെങ്കിൽ ഇക്വേഷൻ പിന്നെ മാറും. അതാണ് തന്നെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ആൻസർ ക്ലിയർ ആയിട്ട് ചെയ്യാൻ. ഓക്കെ, നമുക്ക് കംപ്രഷൻ റേഷ്യോ എന്തെങ്കിലും നോക്കാം.
compression ratio R. Compression ratio R is the ratio of total cylinder volume divided by clearance volume. ഇതാണ് കംപ്രഷൻ റേഷ്യോയുടെ മെയിൻ ഇക്വേഷൻ. അതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം, വി മാക്സ് ഡിവൈഡ് ബൈ വി മിനിമം. ഇപ്പോൾ നമ്മൾ ഈ കാർനോട്ട് സൈക്കിൾ എടുത്ത് പറയുകയാണെങ്കിൽ വി മാക്സ് എന്ന് പറയുമ്പം ഇവിടെ ആയിരിക്കും വി മാക്സ് വരുന്നത്, വോളിയം മാക്സ് വരുന്നത് ഇവിടെ ആയിരിക്കും. വി മാക്സ് ബൈ വി മിനിമം, ഏറ്റവും കുറവ് വോളിയം വരുന്നത് ഇവിടെ ആയിരിക്കും വി മിനിമം. വി മാക്സ് ബൈ വി മിനിമം ആയിരിക്കും കംപ്രഷൻ റേഷ്യോയുടെ ഒരു ഇക്വേഷൻ. അതായിരിക്കും എല്ലാ സൈക്കിളും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് കട്ട് ഓഫ് റേഷ്യോ നോക്കാം. കട്ട് ഓഫ് റേഷ്യോ റോ ഇസ് ഈക്വൽ ടു എക്സ്പാൻഷൻ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, വോളിയം ആഫ്റ്റർ കംപ്രഷൻ ബൈ വോളിയം ബിഫോർ കംപ്രഷൻ. ഇതിപ്പം വേറൊരു സൈക്കിളിൽ നമുക്ക് കാണിച്ചു തരാം. ഒരു ഡീസൽ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ V3/V2 ആയിരിക്കും. V3 ആയിരിക്കും അതിൻ്റെ എക്സ്പാൻഷൻ വോളിയവും, V2 ആയിരിക്കും ക്ലിയറൻസ് വോളിയവും. അപ്പോഴേക്കും ഇപ്പം ഈ ഡീസൽ സൈക്കിൾ കട്ട് ഓഫ് റേഷ്യോ ഇസ് ഈക്വൽ ടു V3/V2. അടുത്ത നമുക്ക് അവസാനമായിട്ട് പ്രഷർ റേഷ്യോ നോക്കാം. പ്രഷർ റേഷ്യോ ആൽഫ is equal to ratio of outlet pressure divided by inlet pressure.